നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അസംബ്ലി നിയോജക മണ്ഡലം കെ മുരളീധരനായി മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുമെന്നുള്ള സൂചനകൾ കോൺഗ്രസിൽ നിന്നും അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. കെ മുരളീധരന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം നൽകിയ ഏക അസംബ്ലി നിയോജക മണ്ഡലം, അല്ലെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുമ്പോൾ മുരളീധരന് ഭൂരിപക്ഷം ലഭിച്ച ഏക നിയമസഭാ മണ്ഡലം എന്നത് ഗുരുവായൂരായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷത്തിന്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് ഗണ്യമായ ഭൂരിപക്ഷമുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സൂചനകൾ ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് മികച്ച ഒരു മണ്ഡലം കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൊടുക്കണമെന്ന് ലീഗിന് നിർബന്ധവുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗുരുവായൂർ നിയോജക മണ്ഡലം കെ മുരളീധരന് നൽകുന്ന കാര്യത്തിൽ ലീഗ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് ഗുരുവായൂർ പോലുള്ള ഉറച്ച മണ്ഡലം വിട്ടുകൊടുക്കാനുള്ള ആഗ്രഹമില്ല. അവിടെ ഇപ്പോൾ കാലാകാലങ്ങളായി CPM ആണ് ജയിക്കുന്നതെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ ലീഗിന് വേറെ മണ്ഡലങ്ങളില്ല. ഗുരുവായൂരിന് പകരം തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൊടുങ്ങല്ലൂർ ലീഗിന് കൊടുക്കാമെന്നുള്ളൊരു ചിന്ത, ഒരു ചർച്ച കോൺഗ്രസിനുള്ളിൽ ഉണ്ടായെങ്കിലും അത് എങ്ങും എത്തിയില്ല. ചുരുക്കത്തിൽ ഗുരുവായൂർ കൈവിടാൻ ലീഗിന് ഇപ്പോൾ മനസ്സില്ല എന്നാണ് മനസ്സിലാകുന്നത്. കെ മുരളീധരന് ആ സീറ്റ് കൊടുക്കുന്നതിൽ ലീഗ് നേതൃത്വത്തിന് താല്പര്യമുണ്ട്. പാണക്കാട് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും അടക്കമുള്ള ലീഗ് നേതൃത്വത്തിന് അതിയായ താല്പര്യമുണ്ട് കെ മുരളീധരന് ആ സീറ്റ് നൽകുന്നതിൽ. എന്നാൽ ലീഗിലെ ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കാണെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്, ആ ഗുരുവായൂർ സീറ്റ് കൈവിടണോ? കാരണം ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിക്കൽ ഗുരുവായൂർ സീറ്റിൽ ലീഗിന് ജയിക്കാൻ കഴിയുമെന്ന പ്രത്യാശ അവർക്കുണ്ട്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി KV അബ്ദുൽ ഖാദറിനെ പോലെയുള്ളൊരു CPM നേതാവാണ് അവിടെ നിന്ന് ജയിച്ചു കയറിയിട്ടുള്ളത്. പൊതുവെ CPM-നും നല്ല അടിത്തറയുള്ള മണ്ഡലമാണ് ഗുരുവായൂർ. CPM-ന്റെ മുസ്ലിം സ്ഥാനാർത്ഥിയും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്നുമാണ് ഗുരുവായൂർ. അതുകൊണ്ട് ഗുരുവായൂരിനെ കൈവിടണമോ എന്നുള്ളൊരു ചോദ്യം ലീഗിൻ്റെ ഉള്ളിൽ തന്നെ ഉയർന്നു വന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കെ മുരളീധരന് ഗുരുവായൂർ അത്ര പെട്ടെന്ന് നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് ലീഗ് എത്തിയേക്കില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ആ പാർട്ടിക്കുള്ളിൽ നിന്നും ലഭ്യമാകുന്നത്. കെ മുരളീധരന് മറ്റേതെങ്കിലും സീറ്റ്, മലബാറിലോ മറ്റോ ലീഗിൻ്റെ ഉറച്ച സീറ്റ് നൽകുന്നതിൽ ആർക്കും എതിർപ്പില്ല. പക്ഷേ ഗുരുവായൂർ പോലുള്ള സീറ്റുകൾ മുരളീധരന് നൽകണമോ എന്നുള്ള കാര്യത്തിൽ ലീഗിന് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ അത്തരത്തിലൊരു സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ട്. ഏതായാലും കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചില്ല എങ്കിൽ ലീഗിന് സ്വാധീനമുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം നമുക്ക് നൽകുന്ന സൂചന. ഏതായാലും ഗുരുവായൂർ സീറ്റ് തൽക്കാലം വിട്ടുകൊടുക്കണ്ട. കാരണം ലീഗിൻ്റെ കയ്യിലിരിക്കുന്ന, മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് ലീഗിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ അങ്ങനെ വിട്ടുകൊടുക്കണമോ എന്നുള്ളൊരു ആലോചന ലീഗിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറെ ഏത് സീറ്റിൽ കെ മുരളീധരൻ മത്സരിച്ചാലും ലീഗ് ഉറച്ച പിന്തുണ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ തയ്യാറാണെന്ന് ലീഗ് നേതൃത്വം പറയുന്നുണ്ട്. എങ്കിലും അവരുടെ കയ്യിൽ, മലപ്പുറം ജില്ലയ്ക്ക് വെളിയിൽ അവരുടെ കയ്യിലുള്ള സീറ്റുകൾ ഒരിക്കൽ കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല എന്ന് നന്നായി നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് കെ മുരളീധരൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഗുരുവായൂർ സീറ്റ് കൊടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ലീഗിൽ ഇപ്പോൾ തർക്കങ്ങൾ നിലനിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൽക്കാലം ഗുരുവായൂർ സീറ്റ് ലീഗ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പകരം കോഴിക്കോട് ജില്ലയിലോ മറ്റോ ലീഗിന് ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം കെ മുരളീധരനായി അവർ കാത്തുവച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.